എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ചമ്മന്തിപ്പൊടിയാണ്. കഞ്ഞിക്കും ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന, കുറച്ച് നാൾ നമുക്ക് വീട്ടിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ വേണ്ടി നല്ല ചുവട് കട്ടിയുള്ള കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രമോ ഉരുളിയോ എടുക്കാം. 2 കപ്പ് ചെറിയ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 30 സെക്കൻഡ് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഒരേപോലെ റോസ്റ്റായി വരാനും പെട്ടെന്ന് റോസ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ തേങ്ങ ചിരവിയതെടുക്കുമ്പോൾ പല അളവുകളിലായിരിക്കും തേങ്ങ ഉണ്ടാവുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 200 ഗ്രാം അളവിലാണ് ഈ ഒരു ചമ്മന്തിപ്പൊടി കിട്ടുന്നത്. പാൻ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിലേക്ക് 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ഒരു 10 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ ഒരു സമയത്ത് തീ കീപ്പ് ചെയ്യുക. 10 ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളായി ഒന്ന് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളിയും വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ചെറിയുള്ളി നന്നായി റോസ്റ്റ് ചെയ്താൽ മാത്രമേ ചമ്മന്തിപ്പൊടി കേടാവാതിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ റോസ്റ്റായി കിട്ടണം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കുരുമുളകാണ് ചേർക്കുന്നത് നല്ലത്. കുരുമുളക് ചേർത്തിട്ടും നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് 10 മുതൽ 15 വരെ മുളക് എടുക്കാം. ഞാനിവിടെ എരിവുള്ള വറ്റൽമുളക് ഒരു 4 മുതൽ 5 എണ്ണം വരെ ചേർത്തിട്ടുണ്ട്. ബാക്കി ഒരു 10 നല്ല കളറുള്ള കശ്മീരി മുളകും ചേർത്തിട്ടുണ്ട്. മുളക് ചേർത്തതിന് ശേഷവും നല്ലതുപോലെ വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണയിൽ എല്ലാം നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. തീ ഒന്ന് കുറച്ച് വയ്ക്കുക. അതിനുശേഷം തേങ്ങ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. കൈയെടുക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടി റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഈ ഒരു അളവിലാണ് തേങ്ങ ചേർക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റായി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പാത്രത്തിന് ചൂടുണ്ടാവും. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കരിഞ്ഞു പോയാൽ അതിൽ ആ ഒരു ടേസ്റ്റേ തന്നെ മാറിപ്പോവും. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി നല്ലൊരു ബ്രൗൺ കളറിലാവുന്നത് വരെ തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ചെറിയ തീയിലിട്ട് നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ ആക്കിയെടുക്കുക. ഒട്ടും തന്നെ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കരിഞ്ഞു പോയാൽ ഉറപ്പായിട്ടും ടേസ്റ്റ് വ്യത്യാസം വരും. കുറച്ച് ടൈം എടുക്കും, പക്ഷേ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നാൽ മാത്രമാണ് കുറച്ച് ഡ്യൂറബിലിറ്റി ഉണ്ടാവുക. കുറച്ച് നാൾ കേടാവാതെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റുക. തേങ്ങ നന്നായി വറുത്തിട്ടില്ലെങ്കിലും അതുപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വറുത്തിട്ടില്ലെങ്കിലും ഒക്കെ നമുക്ക് പാടായിരിക്കും കുറച്ച് നാൾ സൂക്ഷിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഉള്ളിയെല്ലാം നല്ലതുപോലെ റോസ്റ്റായി കിട്ടണം. ചൂടുള്ള പാനിൽ നിന്ന് ഇതൊന്ന് മാറ്റി വയ്ക്കുക. പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ല എന്ന് ഉറപ്പുവരുത്തുക. നല്ല ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലിട്ട് ഇത് പൊടിച്ചെടുക്കുക. ഒരിക്കലും ചൂടോടുകൂടി മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്നും പൊടിച്ചെടുക്കരുത്. ഇത് മാത്രമല്ല, ചൂടുള്ള ഒന്നും തന്നെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കരുത്. അങ്ങനെ ചെയ്താൽ മിക്സിയുടെ ആ ഒരു ജാറിൻ്റെ മൂടി പൊന്തി പോകാനും അത് പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പൊടിച്ചെടുക്കുന്ന സമയത്ത് ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടി പോകണ്ട, വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം. ചോറിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് നമ്മൾ അച്ചാറൊക്കെ എടുക്കുന്നത് പോലെ എടുക്കാവുന്നതാണ്. അതുപോലെ കഞ്ഞിയുടെ കൂടെയും ഇത് അടിപൊളി ഒരു കോമ്പിനേഷനാണ്. ഒരുപാട് നാൾ കേടാവാതിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ ചമ്മന്തിപ്പൊടി കുറേ നാൾ കേടാവാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നല്ലൊരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ
പയറ് തോരനും അതുപോലെ ഈ ഒരു ചമ്മന്തിപ്പൊടിയും ചേർത്തിട്ട് കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മളുടെ ചാനലിലെ വീഡിയോസിൻ്റെ റിട്ടേൺ ഡീറ്റെയിൽ റെസിപ്പീസ് ഷഹനാസ്റെസിപ്പീസ്.com എന്ന് പറഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്